യഥാർത്ഥമായതും സാങ്കല്പികമായതുമായ നിരവധി പുരാതന നവീന സംഘടനകൾക്ക് നൽകിവരുന്ന പേരാണ് ഇലൂമിനാറ്റി. ലാറ്റിൻ പദമായ ഇലൂമിനാറ്റസ് എന്ന പദത്തിന്റെ ബഹുവചനമാണ് ഇലൂമിനാറ്റി. വെളിച്ചപ്പെട്ടത് എന്നർത്ഥത്തിലാണെങ്കിലും പ്രധാനമായി ഈ പേര് 1776 മെയ് 1 സ്ഥാപിതമായ ബവേറിയൻ ഇലൂമിനാറ്റി എന്ന സംഘടനയെ കുറിക്കുന്നു. ഇന്നത്തെ വിഷയം ലോകത്തിലെ തന്നെ നിഗൂഢമായ സംഘടനയായ ഇലൂമിനാറ്റി ആണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോസ് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. 1776 മെയ് 1 അപ്പർ ബവേറിയയിൽ 5 അംഗങ്ങളുമായാണ് ഇലൂമിനാറ്റിയുടെ തുടക്കം. സ്ഥാപകനായ ആദം വെയ്ഷാപ്റ്റ് പെർഫെക്റ്റാവിലിസ്റ്റസ് എന്ന പേരായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. ഫ്രീ മേസനുകളുടെ രൂപീകരണത്തിന് ആധാരമായ യൂറോപ്യൻ സ്വതന്ത്ര ചിന്തകരാണ് ഇലൂമിനാറ്റിയുടെ പിന്നിലും പ്രവർത്തിച്ചത്. ഇത്തരമൊരു രഹസ്യ സംഘടന ഉണ്ടോ എന്ന കാര്യത്തിൽ നൂറ്റാണ്ടുകളായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ചിന്തകന്മാരുടെ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകി അന്ധവിശ്വാസങ്ങളെ തകർക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും വെറും ഫിക്ഷനാണ് ഈ രഹസ്യ സംഘടനയെന്ന് ഭൂരിപക്ഷം വരുന്ന ആളുകളും വിശ്വസിക്കുന്നു. ലോകത്തിലെ ഏറ്റവും രഹസ്യാത്മക സ്വഭാവമുള്ള സംഘടനയായ ഇലൂമിനാറ്റി അറിയപ്പെടുന്നു. ഡാൻ ബ്രൗൺ തന്റെ ഏഞ്ചൽസ് ആൻഡ് ഡീമൻസ് എന്ന പുസ്തകത്തിലൂടെ ഇലൂമിനാറ്റി ഏറെ പ്രശസ്തമായി. ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള വിധം പണവും അറിവും നിർണായക അധികാര സ്ഥാപനങ്ങളിൽ സ്വാധീനമുള്ളവരുമാണ് ഇലൂമിനാറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇലൂമിനാറ്റിയുടെ ഉറവിടം ഇന്ത്യയിൽ നിന്നാണെന്ന് കരുതപ്പെടുന്നു. കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തിക്കുണ്ടായ വെളിപാടാണ് ഇലൂമിനാറ്റിക്ക് പിന്നിലെന്ന് പറയുന്നത്. തങ്ങളുടെ ബുദ്ധിയും ശക്തിയും യുദ്ധത്തിനല്ലാതെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ 9 പേർക്കായി എല്ലാ അറിവുകളും ചക്രവർത്തി പങ്കുവച്ചുവെന്നാണ് കരുതുന്നത്. ഈ അറിവുകൾ പുതുക്കി ഓരോ തലമുറയിലേക്കും ഈ 9 പേരും പകർന്നു കൊടുക്കുന്നു. അങ്ങനെ ലോകം മുഴുവൻ എവിടെയാണെന്നറിയാത്ത വിധം ഇലൂമിനാറ്റിയിലെ അംഗങ്ങൾ ജീവിക്കുന്നു. ഒരു ബവേറിയൻ പ്രൊഫസറാണ് 1700കളിൽ ഇതിന് രൂപം നൽകിയതെന്ന് മറ്റൊരു പ്രചരണമുണ്ട്. ഏറ്റവും പുതുതായി ഇലൂമിനാറ്റിയെ പിന്തുണച്ച് രംഗത്ത് വന്നത് കാനഡയുടെ മുൻ പ്രതിരോധ മന്ത്രി പോൾ ഹെല്ലറാണ്. ഇലൂമിനാറ്റി യാഥാർത്ഥ്യമാണെന്നും അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്നായിരുന്നു ഹെല്ലറുടെ പ്രസ്താവന. ഇലൂമിനാറ്റിയെ പിന്തുണച്ച് ലോകത്ത് ഇതാദ്യമായാണ് സർക്കാർ തലത്തിലെ ഉയർന്ന പദവി വഹിച്ച ഒരു വ്യക്തി രംഗത്തെത്തിയത്. 1963-67 കാലഘട്ടത്താണ് ഹെല്ലർ മന്ത്രിസ്ഥാനം വഹിച്ചത്. കാലാവസ്ഥാ വ്യതിയാനത്തെ മറികടക്കാനുള്ള തന്ത്രം വരെ ഇലൂമിനാറ്റി അംഗങ്ങൾക്കറിയാമെന്നും ഹെല്ലർ പറയുന്നു. ജനങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് മാറി പരമാവധി ലാഭമുണ്ടാക്കുക എന്നതാണ് ഈ രഹസ്യ സംഘടനയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് വിശ്വസിക്കപ്പെടുന്നു. രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക, രാഷ്ട്രീയ, ബിസിനസ്, വിനോദ മേഖലകളിലെല്ലാം ഇലൂമിനാറ്റി അംഗങ്ങളുണ്ടെന്നാണ് കരുതുന്നത്. പെട്രോളിയം കമ്പനികളിലാണ് ഇവരിൽ പലർക്കും ഏറെ ഓഹരികൾ ഉള്ളതെന്നും ഹെല്ലർ പറഞ്ഞിരുന്നു. 9 അജ്ഞാതരായ മനുഷ്യർ അവർക്ക് മാത്രം അറിയാവുന്ന മനുഷ്യനിർമ്മിതമായ ഒരു കൃത്രിമമായ ഭാഷ, കൃത്യമായ ഇടവേളകളിൽ പുനർരചിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്ന 9 അമൂല്യങ്ങളായ പുസ്തകങ്ങൾ, തലമുറകളായി കൃത്യമായ ഇടവേളകളിൽ കൈമാറുന്ന അധികാരം, തങ്ങളുടെ കൂടെയുള്ളവനെ തിരിച്ചറിയാൻ സാധിക്കുന്ന രഹസ്യ കോഡുകൾ, രാജ്യങ്ങളുടെ അതിർത്തികളില്ലാതെ ഭൂമിയിൽ എവിടെയും ജീവിക്കുന്ന സ്വഭാവം, ലോകത്തിന്റെ ഗതിവിഗതികൾ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന 9 വിഷയങ്ങൾ. അവയിൽ ശാസ്ത്രമുണ്ട്, യുക്തിയുണ്ട്, മതമുണ്ട്, മറ്റുള്ളവരുടെ മനസ്സുകളെ സ്വാധീനിക്കാൻ പ്രാപ്തമായ യുദ്ധമുറകളുണ്ട്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്രത്തോളം അറിവുകളുണ്ട്. പക്ഷേ അവർക്ക് ഒരു കാര്യം അറിയാം, തങ്ങളുടെ അറിവുകൾ ദുഷ്ടശക്തികളുടെ കയ്യിൽ എത്തിച്ചേർന്നാൽ അത് ഈ പ്രപഞ്ചത്തിന്റെ അവസാനമായിരിക്കും എന്ന സത്യം. അതുകൊണ്ട് അവർ എപ്പോഴും ഒരു രഹസ്യ സ്വഭാവം ജീവിതത്തിൽ പുലർത്തുന്നു. അജ്ഞാതരായ 9 അംഗ സംഘമാണ് ഇലൂമിനാറ്റികൾ. 2300 വർഷം പഴക്കം ഉള്ള ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു നിഗൂഢമായ സംഘം. ഇലൂമിനാറ്റികൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അത് ഏതോ യൂറോപ്യൻ അധോലോകത്തിന്റെ വലിയ ഒരു സംഭവമാണ് എന്നായിരിക്കാം. എന്നാൽ ഇലൂമിനാറ്റി എന്ന നിഗൂഢമായ പ്രസ്ഥാനം ആദ്യമായി ഉണ്ടായതിൽ ഒന്ന് ഇന്ത്യയിലാണ് എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആശ്ചര്യപ്പെട്ടു പോയേക്കാം. ഇതിനെക്കുറിച്ച് ഇന്ന് ലഭ്യമായ തെളിവുകൾ ആദ്യമായി എഴുതിയത് ഒരു ഫ്രഞ്ച് എഴുത്തുകാരനാണ്. അതിനുശേഷം ഇന്ത്യയിൽ 25 വർഷം ജോലി ചെയ്ത ബ്രിട്ടീഷ് പോലീസ് ഓഫീസറായ ടാൽബോട്ട് മുണ്ടെ ഇതിനെക്കുറിച്ച് സത്യവും മിത്തും ചേർത്ത് ഒരു പുസ്തകം നോവൽ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. തന്റെ പിതാവായ ചന്ദ്രഗുപ്തനെ പോലെ ഈ ലോകം മുഴുവൻ കീഴടക്കുവാൻ മഹാനായ അശോക ചക്രവർത്തി തീരുമാനിച്ചു. അങ്ങനെ കലിംഗ കീഴടക്കുവാൻ പുറപ്പെട്ട അശോക ചക്രവർത്തിക്ക് കലിംഗ നിവാസികളുടെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായ ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വന്നു. ആ യുദ്ധത്തിൽ 1,00,000-ൽ പരം പുരുഷന്മാർ മരിച്ചു വീണതായി കരുതുന്നു. യുദ്ധാനന്തരം പോർമുഖം സന്ദർശിച്ച ചക്രവർത്തി അവിടെ കണ്ട കാഴ്ച കണ്ട് ആകെ തളർന്നുപോയി. മരിച്ചു വീണ 10,000-ങ്ങളുടെ മൃതദേഹം കണ്ട് ചക്രവർത്തി യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് മനസ്സിലാക്കി. ഇതിനുശേഷം അശോക ചക്രവർത്തി ബുദ്ധമത അനുയായി തീർന്നു എന്നുള്ളത് ചരിത്രം. യുദ്ധങ്ങളിൽ പലരും തങ്ങളുടെ ബുദ്ധിശക്തിയും ശാസ്ത്രീയ അറിവുകളും തിന്മയ്ക്ക് വേണ്ടിയും നശീകരണത്തിന് വേണ്ടിയും ഉപയോഗിക്കുകയാണ് എന്നുള്ള നഗ്നമായ സത്യം മനസ്സിലാക്കിയ അശോക ചക്രവർത്തി ആ കാലഘട്ടം വരെ ശാസ്ത്രം ആർജിച്ചെടുത്ത എല്ലാ അറിവുകളും ഭാവിയിലെ
മാനവകുലത്തിന്റെ പുരോഗതിക്ക് ഉപകരിക്കുന്ന പുതിയ അറിവുകൾ കണ്ടുപിടിക്കാനും വേണ്ടി നിയോഗിച്ച ഒരു ഇലുമിനേറ്റിയാണ് ഈ 9 അജ്ഞാതരായ മനുഷ്യർ ഉൾപ്പെടുന്ന സംഘം. ഇവരുടെ കയ്യിൽ സൂക്ഷിക്കുന്ന പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന 9 വ്യത്യസ്ത വിഷയങ്ങൾ ഇനി പറയുന്നു. ആദ്യ പുസ്തകത്തിൽ മനഃശാസ്ത്രപരമായി നമുക്ക് സംഘടിതമായ ആശയപ്രചരണം നടത്തി എങ്ങനെ ഒരു യുദ്ധത്തിൽ ജയിക്കാം എന്നതിനെക്കുറിച്ച് പറയുന്നു. ഏറ്റവും അപകടകരമായ പുസ്തകം ഇതാണ് എന്ന് കരുതുന്നു. ഈ അറിവ് ലഭിക്കുന്നവൻ ഈ ലോകം മുഴുവൻ ഭരിക്കാൻ മാത്രമുള്ള അറിവ് ഇതിലൂടെ കരസ്ഥമാക്കുന്നു. രണ്ടാമത്തെ പുസ്തകത്തിൽ ഒരുവനെ സ്പർശിച്ചുകൊണ്ട് എങ്ങനെ കൊല്ലുവാൻ സാധിക്കും എന്ന് സൂചിപ്പിക്കുന്നു. ഒരു മനുഷ്യന്റെ നാഡീവ്യൂഹത്തിലെ സിഗ്നലിന്റെ ഗതി എങ്ങനെ സ്പർശനം കൊണ്ട് നമുക്ക് മാറ്റുവാൻ സാധിക്കും എന്ന് ഇതിൽ പറയുന്നു. ജൂഡോ അല്ലെങ്കിൽ ചൈനീസ് ആയുധമുറ അറിയുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയാം. മൂന്നാമത്തെ പുസ്തകം മൈക്രോബയോളജിയും ബയോടെക്നോളജിയെ കുറിച്ചും പറയുന്നു. നാലാമത്തെ പുസ്തകം രസവാദ വിദ്യയെക്കുറിച്ചും ലോഹങ്ങളെക്കുറിച്ചും പറയുന്നു. അഞ്ചാമത്തേത് വാർത്താവിനിമയ മാർഗത്തെക്കുറിച്ചും ഭൂമിയെപ്പറ്റിയും ഭൗമേതര കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമാക്കുന്നു. ആറാമത്തെ പുസ്തകം ഗ്രാവിറ്റിയും വൈമാനിക ശാസ്ത്രത്തെയും കുറിച്ച് പറയുന്നു. ഏഴാമത്തെ പുസ്തകം പ്രപഞ്ചോൽപത്തി സിദ്ധാന്തം വ്യക്തമാക്കുന്നു. എട്ടാമത്തെ പുസ്തകം വെളിച്ചത്തെക്കുറിച്ചും വെളിച്ചം എങ്ങനെ യുദ്ധത്തിൽ ആയുധമാക്കി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചും പറയുന്നു. ഒമ്പതാം പുസ്തകം സമൂഹശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നു. അറിവാണ് ഇവരുടെ ശക്തി. ഇവർ പൊതുവെ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കില്ല. പക്ഷേ ഈ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസരങ്ങളിൽ അതിന് പരിഹാരം ഇവർ തന്നെ സ്വയം ചെയ്യുകയോ മറ്റുള്ളവരിലൂടെ അതിന് പരിഹാരം ചെയ്യിക്കുകയോ ചെയ്യുന്നു. പുതിയ അറിവുകൾ നേടിയും തങ്ങൾക്ക് ലഭിച്ച അറിവുകൾ സൂക്ഷിച്ചു വെച്ചും ഇവർ മറ്റുള്ള എല്ലാ രഹസ്യ ഗ്രൂപ്പുകളെയും പോലെ ഇന്നും ഭൂമിയിൽ നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ 9 അജ്ഞാതരായ മനുഷ്യരുടെ കൂടെ ചേർത്ത് വയ്ക്കാവുന്ന സംഘടനകളുടെ പേരുകളാണ് മായൻ പുരോഹിതർ, ടിബറ്റ് സന്യാസികൾ, പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരം ഇന്നും കൊണ്ടു നടക്കുന്നവർ, ഇലുമിനേറ്റികൾ, നൈറ്റ് ടെംപ്ലേഴ്സ്, ഫ്രീമേസൺസ്, അങ്ങനെ അവരുടെ പട്ടിക നീളുന്നു. അവരുടെ ചരിത്രവും അവരുടെ നിഗൂഢതയും. ഇന്ത്യയുടെ അഭിമാനവും ലോകപ്രസിദ്ധവുമായ പല ശാസ്ത്രജ്ഞന്മാരും ഈ സംഘത്തിൽ ഉള്ളവരോ ഈ സംഘങ്ങളുടെ സഹായം സ്വീകരിച്ചവരോ ആണ് എന്ന് പറയപ്പെടുന്നു. ഇതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്ക് യൂണിവേഴ്സൽ നോളജ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ അയയ്ക്കുക. അടുത്ത വീഡിയോയുമായി ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.